എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഗെയിം ഷോ ആണെന്നുള്ളത് അവർക്കും അറിയാം. ജയിച്ചേക്കാം, തോറ്റേക്കാം. തോറ്റു കഴിയുമ്പോഴത്തേക്ക് ഒരാളെ തലയിലോട്ട് ഇട്ടാൽ മതിയല്ലോ, ഭയങ്കര എളുപ്പമാക്കാൻ. ലക്ഷ്മി എന്നൊരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ വന്നില്ലായിരുന്നെങ്കിൽ, റീ എൻട്രി ആയിട്ടില്ലായിരുന്നെങ്കിൽ അനു എന്ത് ചെയ്യുമായിരുന്നു ശരിക്കും? അനു എങ്ങനെ അവിടെ സർവൈവ് ചെയ്യുമായിരുന്നു? ലക്ഷ്മി എന്നൊരു വ്യക്തി കൊടുക്കുന്ന ആ ഒരു പ്രചോദനം അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ അനു എന്ത്, സത്യം പറഞ്ഞാൽ അനുവിനെ ആര് അവിടെ ഹെൽപ്പ് ചെയ്തേനെ? ഈ ഒരു സ്റ്റേജിൽ നിന്നും അനു ഇത്രയും സർവൈവ് ചെയ്ത്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആ ഒരു കാര്യത്തിൽ നിന്ന് അനു ഒരു പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 75% ഉത്തരവാദിയും അല്ലെങ്കിൽ സപ്പോർട്ടറും ആയിട്ട് നിന്ന ഒരാൾ ലക്ഷ്മി എന്ന് തന്നെ തീർച്ചയായിട്ടും പറയേണ്ടി വരും. ലക്ഷ്മി അവിടെയുള്ള ആൾക്കാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗുണ്ട്. ഇവിടെ ഒന്നും കിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് പറ്റത്തില്ലെങ്കിൽ അവരുടെ കഴിവുകേട്. ഇവിടെ നിന്ന് മോങ്ങിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഗെയിം ഷോ ആണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ഇതിനകത്ത് ജയിക്കാം, ചിലപ്പോൾ തോൽക്കാം. പക്ഷെ തോൽക്കുമ്പം അതെല്ലാം കൂടെ ഒരാളുടെ തലയിലോട്ട് കൊണ്ടിടുന്നത് അത്ര നല്ല സ്വഭാവമല്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ആകാൻ പറ്റാത്തത് വല്ലവൻ്റെ നെഞ്ചത്തോട്ട് കാണിച്ചിട്ട് കാര്യമില്ല. സ്വന്തം ജീവിതമാണ്, അതെങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാ തീരുമാനിക്കുന്നത്. ഇതിൻ്റെ പുറത്തിറങ്ങിയാലും നമുക്ക് ജീവിക്കാം. അതാ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ കഴിവുകേടല്ലേ? നമ്മളെ കൊണ്ട് പറ്റിയില്ല, ഇവിടെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല, പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല, അതൊക്കെ നമ്മുടെ കഴിവുകേടാ. അപ്പോൾ വെറുതെ അതിൻ്റെ പേരിൽ മോങ്ങിക്കൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്. പുള്ളിക്കാരത്തേക്ക് ഒരു വ്യക്തത ഉണ്ട് ഓരോ കാര്യത്തിലും. എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ നല്ലത്, എന്ത് ചെയ്താൽ കൊള്ളില്ല. ഇപ്പോൾ റെന ഫാത്തിമയൊക്കെ കളിയാക്കുന്നത് കണ്ടു. അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിക്ക് ആൾക്കാർ നല്ലത് പറയും, അനുമോളെ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ മോശം പറയും എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടു. ഇപ്പം ലക്ഷ്മി അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് ലക്ഷ്മി എല്ലാവരും കുറേ ആൾക്കാർ പൊക്കി പറയുന്നുണ്ടല്ലോ എന്നുള്ള രീതിക്കും കൂടെയൊക്കെ ആയിരിക്കാം റെന ഫാത്തിമ അത് ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, റെന ഇവിടെ വന്നിട്ട് ലക്ഷ്മി ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്മി കാണിച്ചതാണ് ശരി എന്ന് പുറത്ത് നിൽക്കുന്ന 3.5 കോടി ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ 3.5 കോടി ജനങ്ങൾക്കും ഉത്തമ ബോധ്യമുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഗെയിമും തോറ്റ് പുറത്തിറങ്ങി എന്നിട്ട് തിരിച്ചു കയറി വന്ന് അവിടെ ഫൈനൽ 5ലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസിനെ മാനസികമായി തളർത്തി അവർക്ക് വിഷമങ്ങളുണ്ടാക്കി അവരെ പറയാവുന്നതെല്ലാം പറഞ്ഞ് അവർക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇനി പുറത്ത് പോയിട്ട് പറയാമല്ലോ, ഇവർ ഔട്ടായ ആൾക്കാരല്ലേ. ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ പറഞ്ഞിട്ട് അവരെ മാനസികമായി തളർത്തണം എന്നൊരു ഉദ്ദേശത്തോട് വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ജനവും തയ്യാറാവത്തില്ല. അതൊരിക്കലും അതൊരു PR-ൻ്റെ ബലത്തിലല്ല അങ്ങനെ ചെയ്യുന്നത്. ലക്ഷ്മി എന്നൊരു വ്യക്തി തിരിച്ച് കയറി വന്നിട്ട് കാണിച്ചത് അവരുടെ ഒരു ക്വാളിറ്റിയും അവരുടെ വ്യക്തിത്വമാണ്. അതേപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ വന്ന് കാണിച്ചത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്. അത് എത്ര മോശമാണെന്ന് എഗെയിൻ വന്ന് പ്രൂവ് ചെയ്യുകയാണ് നിങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈവൻ ബിൻസിയുടെ കേസ് ആയിക്കോട്ടെ, അനുമോളുടെ അടുത്ത് ചോദിച്ചു, ഫൈൻ. ഈ മസ്താനി വന്ന് സോറി പറയാൻ നേരവും യാതൊരു തരത്തിലുള്ള അവൾക്ക് എന്താ പ്രശ്നം? മസ്താനി പുറത്ത് നടത്തിയ ഒരു ഇൻ്റർവ്യൂ, അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള കാര്യവും പുറത്ത് വെച്ച് ചോദിക്കാതെ ഉള്ളിൽ വന്ന് മിണ്ടിയപ്പോൾ മസ്താനിയുടെ അടുത്ത് കാണിച്ച ഒരു എന്ത് ഷോ ഓഫായിരുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലൊന്നും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വന്നിട്ട് ഇവിടെ എന്ത് കാണിച്ചാലും നിങ്ങളെ ഫൈനൽ 5ൽ ആക്കാൻ ആരും പോകുന്നില്ല. പിന്നെ ഇതൊക്കെ കാണിച്ചിട്ട് എന്തിനായിരുന്നു? ഇവൻ മസ്താനിക്ക് ബിൻസിക്ക് അനുമോളെടുത്ത് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. ഫൈൻ, ബിൻസി ആ ദേഷ്യം തീർത്തു. വേറെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് ഒരാൾക്കെങ്കിലും ദേഷ്യമുള്ള ഉണ്ടായിരുന്നോ? ശൈത്യയ്ക്ക് പ്രശ്നമായത് ഒരിക്കലും അനു കാരണമല്ല. ശൈത്യയുടെ ക്യാരക്ടർ കൊണ്ട് ശൈത്യ സ്വന്തമായിട്ട് നേടിയെടുത്തതാണത്. അപ്പോൾ ശൈത്യയ്ക്ക് ഒരിക്കലും അനുമോളുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് നീ കാരണം എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ല. 3 മാസത്തിന് മുൻപേ ഹൗസിനുള്ളിൽ കയറിയ ഒരാളാണ് അനു. അപ്പം അവിടെ പുറത്ത് നടക്കുന്ന ഒന്നിനും അനു ഉത്തരവാദിയല്ല. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ 100 കാര്യങ്ങൾ നിങ്ങളോട് തിരിച്ചും ചോദിക്കാനാണ്. പക്ഷേ അനുവിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അതാരും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം ലക്ഷ്മി ചെയ്തതാണ് ശരി. ലക്ഷ്മി ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്മിയുടെ ക്വാളിറ്റിക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്, അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ ആ ഒരു ക്വാളിറ്റിക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലാതെ അനുമോളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രം കിട്ടിയതല്ല.